കവി നാലപ്പാട്ട് നാരായണ മേനോൻ പ്രസിദ്ധ ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ യൂഗോയുടെ പ്രസിദ്ധമായ പാവങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ഒരു നൂറ്റാണ്ട് തികയുന്നു. അതുമായി ബന്ധപ്പെട്ട ആഘോഷം ഈ സാഹിത്യ വൃത്തങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ അനുസ്മരിക്കപ്പെടേണ്ടുന്ന ഒരു പുസ്തകം തന്നെയാണ് പാവങ്ങൾ. 1862 ഇതിൻ്റെ മൂലകൃതി ഫ്രഞ്ച് ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ലോക സാഹിത്യത്തിൽ ഒരു വലിയ അത്ഭുതമായിട്ട് കൊണ്ടാടപ്പെട്ട കൃതിയാണ്. പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വായനക്കാർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് ഫ്രഞ്ചിൽ മാത്രമല്ല, ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഇംഗ്ലീഷ് പരിഭാഷയും പുറത്തു വന്നു. 5 വോളിയങ്ങളായിട്ടാണ് ഈ പുസ്തകം അന്ന് പുറത്തു വന്നത്. മലയാളത്തിലും 5 വോളിയമായിട്ടാണ് ആദ്യം ഇറക്കിയത്. ഈ പുസ്തകം തന്നെ 5 വോളിയങ്ങളും 365 അധ്യായങ്ങളുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഏതാണ്ട് 1467 പേജോ മറ്റും ഉണ്ടായിരുന്നു ഇത് ഫ്രഞ്ചിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കും. നാലപ്പാടിൻ്റെ മലയാള പരിഭാഷയും ഏതാണ്ട് അത്ര തന്നെ പേജുകളുള്ളവയാണ്. നിലവിൽ മാതൃഭൂമി പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി ഇത് 2 പുസ്തകങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വലിയ ബ്രഹ്മാണ്ഡ കലാസൃഷ്ടിയാണ് എന്ന് മാത്രമല്ല, വളരെ ഹൃദയദ്രവീകരണക്ഷമമായ ഒരു കഥയും അതിൻ്റെ അകത്തുണ്ട്. വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മനുഷ്യർ, അവരുടെ ഒരു പ്രതീകമായിട്ടുള്ള റാങ് വാൽ റാങ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കുട്ടികൾ വിശന്ന് കരയുമ്പോൾ ഏതാനും ബ്രെഡ് ഒരു ബേക്കറിയിൽ നിന്ന് മറ്റോ മോഷ്ടിക്കും. അതിന് ഇയാളെ പിടികൂടുന്നു. അയാളെ 15 കൊല്ലത്തേക്കോ മറ്റോ ശിക്ഷിക്കും. തണ്ടുവലി ശിക്ഷയാണ്. കഠിനമായ ദേഹാധ്വാനം ആവശ്യമുള്ള ഈ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരും. അതിനുശേഷം വീണ്ടും മോഷണത്തിൽ ഏർപ്പെടും. ഡിയിലെ മെത്രാൻ്റെ മെഴുതിരിക്കാലുകൾ മോഷ്ടിക്കും. മെത്രാൻ ഇയാൾക്ക് മാപ്പ് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു നഗരത്തിലെ മേയറായിത്തീർന്നു. അങ്ങനെ ആ കഥ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ, ഈ പ്രൈമറി ക്ലാസ്സിൽ മലയാള പാഠപുസ്തകത്തിലും ഹൈസ്കൂൾ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലുമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ലോക സാഹിത്യത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു. വിക്ടർ യൂഗോ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള രാജവീഥിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. വിക്ടർ യൂഗോ അവന്യൂ എന്നാണ് പാരീസിൽ മാത്രമല്ല, ഫ്രാൻസിലെ മിക്കവാറും എല്ലാ നഗരങ്ങളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വീഥിക്ക് അല്ലെങ്കിൽ ഒരു നഗര ചത്വരത്തിന് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. വിക്ടർ യൂഗോ അവന്യൂ അല്ലെങ്കിൽ വിക്ടർ യൂഗോ സ്ട്രീറ്റ്, അതുമല്ലെങ്കിൽ വിക്ടർ യൂഗോ സ്ക്വയർ ഇല്ലാത്ത ഒരു നഗരവും ഫ്രാൻസിലില്ല. ഫ്രാൻസിൽ മാത്രമല്ല, ഇറ്റലിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും റഷ്യയിലും ചൈനയിലും വരെ അദ്ദേഹത്തിന് സ്മാരകങ്ങളുണ്ട്, അദ്ദേഹത്തിന് പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ആഘോഷിക്കപ്പെട്ട ഒരു സാഹിത്യകാരനായിരുന്നു യൂഗോ. അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയാണ് ഈ പാവങ്ങൾ എന്നാണ് സങ്കല്പം. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോഴും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. മംഗളോദയം പബ്ലിഷിംഗ് കമ്പനിയാണ് ഇത് ആദ്യം പ്രസിദ്ധീകരിക്കും. നിലവിൽ മാതൃഭൂമിയാണ്. ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട സമയത്ത് മഹാകവി വള്ളത്തോൾ പറഞ്ഞത്, രാമായണവും മഹാഭാരതവും പോലെ വീടുകളിൽ വിളക്ക് വെച്ച് വായിക്കേണ്ട പുസ്തകമാണ് പാവങ്ങൾ എന്നാണ്. മലയാളത്തിലും ഈ പുസ്തകത്തിന് വലിയ സ്വീകരണം ആണ് ലഭിച്ചത്. ഇങ്ങനെ ഒരു പുസ്തകം വന്നതിന് ശേഷവും ഈ ഓടയിൽ നിന്നും ചെമ്മീനും ഏണിപ്പടികളൊക്കെ എഴുതാനായിട്ട് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാർക്ക് ധൈര്യം വന്നല്ലോ എന്നുള്ളതും ചിന്തനീയമായിട്ടുള്ളൊരു വിഷയമാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. നമ്മൾ യൂഗോയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ, അദ്ദേഹം മരണമടഞ്ഞപ്പോൾ ഫ്രാൻസ് അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര വേളയിൽ തടിച്ചുകൂടിയത്. പാരീസിലെ ഈ പ്രമുഖ വ്യക്തികളൊക്കെ മരിക്കുമ്പോൾ അടക്കം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, പാൻറ്റിയോൺ എന്നാണ് പറയുന്നത്. പാൻറ്റിയോണിലാണ് ഇദ്ദേഹത്തെയും അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ അടക്കം ചെയ്ത അതേ സെല്ലാറിൽ തന്നെയാണ്, അത് തൊട്ടടുത്ത് തന്നെയാണ് ഈ എമിലി സോളയുടെയും അതുപോലെ തന്നെ അലക്സാണ്ടർ ഡൂമയുടെയും ശവകുടീരം. ഞാൻ ഈയിടെ പാരീസിൽ പോയപ്പോൾ ഇത് സന്ദർശിക്കണ്ടേ. അതേ സ്ഥലത്ത് തന്നെയാണ്, ഈ പാൻറ്റിയോണിൽ തന്നെയാണ് ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ജനറൽമാരും അതുപോലെ ഭരണതന്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടെ ഇപ്പോഴും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് വോൾട്ടയറുടെയും റൂസോയുടെയും ശവകുടീരങ്ങളാണ്. മറ്റത് ഈ പ്രസിദ്ധ ശാസ്ത്രജ്ഞരായിരുന്ന പിയറി ക്യൂറിയുടെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള മാഡം ക്യൂറിയുടെയും ശവകുടീരങ്ങളാണ്. അങ്ങനെ പാൻറ്റിയോണിൽ ഇദ്ദേഹത്തെ അടക്കുമ്പോൾ ഏതാണ്ട്
20 ലക്ഷത്തോളം ആളുകൾ തടിച്ചുകൂടി എന്നാണ് പറയുന്നത്. അത്ര ജനസ്വീകാര്യതയുള്ള എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഈ പുസ്തകം മലയാളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ സ്വീകരിക്കപ്പെട്ടു. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് 1925-ലാണ്. 1925 മലയാള പരിഭാഷ വന്നതിൻ്റെ 100-ാം വാർഷികമാണ് നമ്മളിപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. 1950-ാം ആണ്ടിൽ ഈ പാവങ്ങളുടെ കഥ തമിഴിൽ സിനിമയായിട്ട് വരികയുണ്ടായി. ആ സിനിമയുടെ പേര് ഏഴൈപ്പെടും പാട് എന്നായിരുന്നു. നാഗയ്യ എന്ന് പറഞ്ഞൊരു നടനാണ് റാങ്വാൽ റാങ്ങിൻ്റെ ആ റോളിൽ അഭിനയിച്ചത്. ഫൻദീൻ എന്ന് പറഞ്ഞതിൽ നായിക കഥാപാത്രമായിട്ട് വന്നത് തിരുവിതാംകൂർ സഹോദരിമാരിൽ മൂത്തയാളായ ലളിതയും കൊസത്ത് എന്ന കഥാപാത്രം, അത് ഫൻദീൻ്റെ മകളാണ് കൊസത്ത്. കൊസത്തായിട്ട് അഭിനയിച്ചത് പത്മിനിയുമായിരുന്നു. അങ്ങനെ മലയാളമായിട്ട് അന്ന് തന്നെ ഒരു കണക്ഷൻ ഈ സിനിമയ്ക്കുണ്ട്. സിനിമയുടെ പേര് ഏഴൈപ്പെടും പാട് എന്നായിരുന്നു. ഏഴൈപ്പെടും പാടെന്ന് വെച്ചാൽ പാവങ്ങളുടെ കഷ്ടപ്പാട് എന്നാണ് അർത്ഥം. ഇതേ സമയത്ത് തന്നെ ഈ സിനിമ തെലുങ്കിലും നിർമ്മിക്കപ്പെട്ടു. 1977-ലാണ് ഇത് മലയാളത്തിൽ സിനിമയായിട്ട് വന്ന. സിനിമയുടെ പേര് നീതിപീഠം എന്നായിരുന്നു. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. നീതിപീഠത്തിൽ റാങ്വാൽ റാങ്ങായിട്ട് അഭിനയിച്ചത് പ്രസിദ്ധ നടൻ മധുവായിരുന്നു. മധു ഒരു താടിയൊക്കെ വെച്ച് ഭയങ്കര അഭിനയമായിരുന്നു. കർത്തവ്യ വ്യഗ്രനായ ഇൻസ്പെക്ടർ റാവേറിനെ അവതരിപ്പിച്ചത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ KP ഉമ്മറാൻ. പിന്നെ ഫൻദീനായിട്ട് അഭിനയിച്ചത് ഷീല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ആ നീതിപീഠത്തിൻ്റെ സംവിധായകൻ ക്രോസ് ബെൽറ്റ് മണിയായിരുന്നു. ക്രോസ് ബെൽറ്റ് മണി ഇത് സിനിമയാക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ വിക്ടർ യോഗ ഇത് എഴുതുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ പറയാൻ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ നമുക്ക് നിർത്താൻ പറ്റില്ല. സത്യനാന്തിക്കാടിൻ്റെ പ്രസിദ്ധമായ അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമ നിങ്ങൾ പലരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. ഈ അച്ചുവിൻ്റെ അമ്മയിലും ഈ പാവങ്ങളുടെ ഒരു ത്രെഡ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ റാങ്വാൽ റാങ്ങിൻ്റെ സ്ഥാനത്ത് ഉർവശി അവതരിപ്പിച്ച കഥാപാത്രവും, അതായത് അച്ചുവിൻ്റെ അമ്മയും, കൊസത്തിൻ്റെ സ്ഥാനത്ത് മീര ജാസ്മിനും, അതായത് അച്ചു, പിന്നെ അച്ചുവിൻ്റെ കാമുകനായിട്ട് വരുന്ന അയാളുടെ പേരെന്താണ് ഇപ്പോൾ എന്ന മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ആ റോള് ശരിക്ക് മരിയൂസുമാണ്. ആ ത്രെഡാണ് സത്യത്തിൽ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. കഥയ്ക്ക് അത്രയധികം സാദൃശ്യമുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ സമകാലിക ജീവിതത്തിൽ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. എങ്കിൽ പോലും പാവങ്ങളുടെ ഒരു ത്രെഡ് സത്യം പറഞ്ഞാൽ അച്ചുവിൻ്റെ അമ്മയിലും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് അത് ആ രീതിയിൽ സ്ട്രൈക്ക് ചെയ്തു എന്നതുകൊണ്ട് പറയാം. ഏതായാലും ഒരു നൂറ്റാണ്ടും കടന്ന് ഇപ്പോഴും മലയാളികൾ വിസ്മയിപ്പിക്കുന്ന ഒരു മഹാസാഹിത്യ സൃഷ്ടിയായിട്ട് പാവങ്ങൾ നിലകൊള്ളുകയാണ്. ഈ ആഹ്ലാദത്തിൽ ഞാനും പങ്കുചേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.